കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഖത്തർ നടത്തിയ വലിയ ആക്രമണങ്ങൾക്ക് ശേഷം, അഥവാ ഖത്തർ എന്ന പരമാധികാര രാജ്യത്തെ അവരുടെ അധികാര പരിധിയെ മറികടന്നുകൊണ്ടുള്ള ഒരു വ്യോമാക്രമണം ഇസ്രായേൽ ഖത്തറിൽ വെച്ച് നടത്തിയപ്പോൾ ലോകം നെട്ടിത്തിരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളിലുണ്ടായ ഒരു സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇപ്രാവശ്യം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇസ്രായേലും ഫലസ്തീൻ ജനതയും തമ്മിലുള്ള ഈ ഒരു സംഘർഷങ്ങളുടെ ഭാഗ്യപത്രമായി ഇതിൽ മധ്യസ്ഥ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന, മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി സമാധാനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെയാണ്, ആ രാജ്യത്തിൽ കടന്നു കയറിക്കൊണ്ടാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അഥവാ ഫലസ്തീനിലുള്ള ഹമാസിൻ്റെ നേതാക്കന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഒരു മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചർച്ചകൾ നടക്കുന്ന ഇടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹമാസിന്റെ ഉന്നതരായ നേതാക്കളെ വധിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഖാലിദ് മിഷ്അൽ അടക്കമുള്ള വളരെ വർഷമായി ഖത്തറിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഫലസ്തീനിന് പുറത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന, നേരത്തെയുള്ള ഇസ്രായേലി വധശ്രമങ്ങളിൽ നിന്നും പലതവണ രക്ഷപ്പെട്ടിട്ടുള്ള ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. വളരെ വളരെ നീചമായ, ക്രൂരമായ ഇസ്രായേലിന്റെ മുഖമാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയുണ്ടാവുന്ന സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നും കൂടി വ്യക്തമായി പരിശോധിക്കേണ്ടി വരും. ഒരു ഭാഗത്ത് ഗസ സിറ്റിയിൽ ബാക്കിയുണ്ടാവുന്ന പാർപ്പിട സമുച്ചയങ്ങളെയും അവിടങ്ങളിൽ ടെന്റ് കെട്ടി താമസിക്കുന്ന ആളുകൾക്ക് മേൽക്കും ബോംബ് വർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ. മറുഭാഗത്ത് ഈ ഒരു സംഘർഷത്തിൽ മധ്യസ്ഥ രാജ്യമായി നിലകൊള്ളുന്ന രാജ്യത്തിൻ്റെ അതിർത്തി മറികടന്നുകൊണ്ട്, ആ രാജ്യത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ കടന്നുകൊണ്ട് അവിടെയും വ്യോമാക്രമണങ്ങൾ നടത്തുന്നു. ലോകത്തിലുള്ള ഒരു സമാധാന ശ്രമങ്ങളും ഒരു സമാധാന ഉടമ്പടികളെയും തങ്ങൾ അംഗീകരിക്കില്ലെന്നും, ഒരു ലോക രാജ്യങ്ങൾ പരസ്പരം പുലർത്തുന്ന ബഹുമാനവും അതുപോലെ തന്നെ മറ്റുള്ള ഒരു കാര്യങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ കൂടി ഇസ്രായേൽ ആണയിട്ട് പറയുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ ഒരു അതിക്രമം ഖത്തറിന് മേൽ നടത്തിയിട്ട് ഖത്തറിന് തിരിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള വലിയ ചോദ്യമാണ് അവിടെ നിലകൊള്ളുന്നത്. അതുകൂടാതെ തന്നെ ഖത്തറും സൗദി അടക്കമുള്ള ഈ അറേബ്യൻ രാജ്യങ്ങളുടെ സുരക്ഷാ ചുമതല നേരത്തെ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന, അതിനുവേണ്ടി ഒരുപാട് പണം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ താല്പര്യങ്ങളാണ് ഒരിക്കൽ കൂടി ചോദ്യം ചിഹ്നമാവുന്നത്. ഈ ഒരു അമേരിക്കൻ റഡാറുകളെ മറികടന്നുകൊണ്ട് അമേരിക്ക അവരുടെ സെക്യൂരിറ്റി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് ഇത്തരമൊരു അതിക്രമം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയായിരിക്കാം ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ്. ഹമാസിന്റെ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കപ്പെട്ട നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേലിന്റെ പദ്ധതികൾ ഒരിക്കൽ കൂടി പാളിപ്പോവുകയാണ്. ഹമാസിന്റെ ചില അംഗങ്ങൾ ആ ഓഫീസ് സമുച്ചയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഒരു ഖത്തർ സൈനികൻ കൂടി മരണപ്പെട്ട വാർത്തയും സ്ഥിരീകരിക്കുന്നുണ്ട്. അഥവാ 2023 തൂഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം അറേബ്യൻ രാജ്യത്തു നിന്നും കൊല്ലപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഈ ഖത്തർ സൈനികൻ എന്നുള്ളത്. ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്കാണ് ഈ മിഡിൽ ഈസ്റ്റിനെ ഇസ്രായേൽ തള്ളിയിട്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ സിറിയയിലും ലെബനനിലും അതുപോലെ തന്നെ ഗസയിലും യമനിലും ഇപ്പോൾ ഇതാ ഖത്തറിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇസ്രായേൽ യഥാർത്ഥത്തിൽ അവരുടെ ഈ ഒരു യുദ്ധത്വരത പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഖത്തർ ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന്, ഇതിനെതിരെ അതിശക്തമായ പ്രതികരണം ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും ഒരു സൈനിക നടപടിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തമാണ്. മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പൂർണ്ണമായിട്ടും അമേരിക്കൻ മേൽക്കോയ്മയ്ക്ക് കീഴിൽ അണിനിരക്കുന്ന രാജ്യങ്ങളാണ്. ഒരു ബദൽ സംവിധാനങ്ങളോ കൃത്യമായിട്ട് സ്വന്തമായിട്ടുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സാമഗ്രികളോ ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ
സ്വന്തമായിട്ട് ഇവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും അമേരിക്കൻ സംവിധാനങ്ങളും അമേരിക്കൻ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ ലോകരാജ്യങ്ങൾ നൽകുന്ന പരിരക്ഷയുമല്ലാതെ സ്വന്തം നിലക്കുള്ള ഒരു പ്രതിരോധ സന്നാഹങ്ങൾ ഇതുവരെയും ഉണ്ടാക്കാൻ കഴിയാത്ത ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന ഈ ഒരു തെമ്മാടി രാഷ്ട്രത്തെ ആക്രമിക്കാനോ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനോ കഴിയില്ല. പക്ഷേ മറ്റൊരു തരത്തിൽ ലോകത്തിലുള്ള വലിയൊരു രാജ്യങ്ങളും അതുപോലെ തന്നെ വലിയൊരു സമൂഹവും ഇപ്പോൾ ഇസ്രായേലിന്റെ ക്രൂരമുഖം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് വന്നിരിക്കുന്നത്. ലോകത്ത് തന്നെ എല്ലാ രാജ്യങ്ങളുമായി തങ്ങളുടെ ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്ന, അതിൽ നിന്നും മാന്യത പുലർത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്നുള്ളത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പ് അടക്കം ആതിഥേയം വഹിച്ച് അതിൽ വിജയിച്ച ഒരു രാജ്യമായിരുന്നു ഖത്തർ എന്നുള്ളത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അതിക്രമങ്ങൾ ഇസ്രായേൽ നടത്തിയ പശ്ചാത്തലത്തിൽ ഖത്തർ അവരുടെ ചരിത്രപരമായ ദൗത്യങ്ങൾ പലപ്പോഴും സമാധാന ശ്രമങ്ങൾക്കും അതുപോലെ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള വിഷയങ്ങളിൽ നിരവധി തവണ സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചിരിക്കുന്ന ഒരു അറേബ്യൻ രാജ്യം എന്നുള്ള നിലയ്ക്ക്, അതുകൂടാതെ തന്നെ ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ഡിപ്ലോമസി ബന്ധം സൂക്ഷിക്കുന്ന ഖത്തർ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പോലും ആക്രമിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു സമീപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കൻ പിന്തുണയോടുകൂടി സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയും, കാരണം ഇനി അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ മറികടന്നുകൊണ്ട് ബദൽ സംവിധാനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വലിയൊരു കെണിയുണ്ട്. ഇസ്രായേലും അമേരിക്കയും വരക്കുന്ന വരക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു ഗതികേടിന്റെ ഒരു അവസ്ഥയുടെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നേരെ മറിച്ച് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇറാൻ എന്നുള്ള ഒരു പരമാധികാര രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയപ്പോൾ അവിടെയുള്ള ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസ് ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു. ഒരു സ്വാഭാവികമായ നടപടി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ആക്രമണമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ അവരുടെ റഡാർ സിസ്റ്റമും അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളും എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം ഇറാൻ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക അറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടികൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്നുള്ളതാണ് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന്, ഈ അറേബ്യൻ രാജ്യമായ ഖത്തറിന് പിന്തുണ നൽകിക്കൊണ്ട് മറ്റുള്ള മുഴുവൻ രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സൈനിക നടപടികളിലേക്കോ മറ്റുള്ള രൂക്ഷമായ പ്രതികരണങ്ങളിലേക്കോ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ മേൽക്കോയ്മയുള്ള ഇസ്രായേലി മേൽക്കോയ്മയുള്ള ഒരു വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ സംവിധാനങ്ങളും അവരുടെ അത്യാധുനിക ആയുധങ്ങളും ഒക്കെയാണ് തങ്ങളുടെ കൈവശമുള്ളത് എന്നുകൊണ്ട് തന്നെ ഇത് പ്രവർത്തിപ്പിക്കാനും ഇത്തരം സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഏത് സമയത്തും ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടിക്കുള്ള ഒരു സാഹചര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ യമനിലെ അൻസാറുള്ളയുടെ ഹൂത്തികളുടെ അടുത്തു നിന്ന് വന്ന പ്രസ്താവനയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. ഈ ഒരു ആക്രമണത്തിന് ശേഷവും ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അൻസാറുള്ള അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹമാസ് ഒരു കാര്യം കൂടി വ്യക്തമായി പറയുന്നുണ്ട്. തങ്ങളുടെ മുഴുവൻ ആയുധങ്ങളും ഞങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കും, ഇസ്രായേലിനെതിരെ അവസാന നിമിഷം വരെ പോരാടുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും ഇസ്രായേലിന് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു നടപടികളിലേക്ക് ഹമാസും കടക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തന്നെ യമനിലെ അൻസാറുള്ള പറയുന്നത് ഇതാണ് സമയം എന്നുള്ളതാണ്. മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളോട് കൂടി ഒരു മുന്നറിയിപ്പ് അൻസാറുള്ള നൽകുന്നുണ്ട്. ഇത് ഇന്ന് ഖത്തറിനാണെങ്കിൽ, മിഞ്ഞാന്ന് യമനിന് നേരെയാണെങ്കിൽ, അതിനു മുമ്പ് സിറിയക്ക് നേരെയാണെങ്കിൽ, തുടർന്ന് എല്ലാ രാജ്യങ്ങൾക്കു മേലും ഇസ്രായേൽ അധിനിവേശം നടത്തുമെന്നുള്ള ഒരു സൂചനയാണ് അൻസാറുള്ള നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ ഈ സമയത്ത് സഖ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ രൂക്ഷമാക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിശക്തമാക്കണമെന്നും അൻസാറുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഖത്തറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയുടെ ചിത്രം മാറുന്ന, മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം മാറുന്ന സംഭവ വികാസങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും
ഖത്തർ ഇനി എന്ത് ചെയ്യുമെന്ന് അവർ വളരെ ഡിപ്ലോമാറ്റിക്കായി പെരുമാറുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരു ചതി നടന്നിരിക്കുന്നു. അത് അമേരിക്കൻ പിന്തുണയോടുകൂടി, ബ്രിട്ടന്റെ പിന്തുണയോടുകൂടി, മറ്റുള്ള കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് സുവ്യക്തമായ കാര്യമാണ്. പക്ഷേ ജോർദാൻ തങ്ങളുടെ ഒരു വ്യോമപാത ഇസ്രായേൽ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുന്നു. എങ്കിൽ പോലും ഇവിടെ ഒരു ചതിപ്രയോഗം നടന്നിരിക്കുന്നു. അതിൽ അമേരിക്കക്കും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ള ബദൽ മാർഗങ്ങളിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇറാനെ വിശ്വാസത്തിലെടുക്കാൻ അവർ തയ്യാറാവേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന മറ്റൊരു കക്ഷികൾ മറുഭാഗത്ത് അമേരിക്കക്കെതിരായ താല്പര്യമുള്ള കക്ഷികളെ മുഴുവൻ പിന്തുണക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ബന്ധങ്ങൾ പോലും ഇനി മുതൽ അറേബ്യൻ രാജ്യങ്ങൾ പിന്തുണക്കേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള എണ്ണമടക്കമുള്ള മറ്റുള്ള വിഭവങ്ങൾ പൂർണ്ണമായിട്ടും അമേരിക്കൻ കമ്പനികളാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നുള്ളത്. അതിൻ്റെ ഖനനമടക്കമുള്ള കാര്യങ്ങളിൽ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ നിന്നും മാറ്റമുണ്ടാക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി ഭാവിയിൽ അറേബ്യൻ രാജ്യങ്ങൾ നടത്തേണ്ടി വരും. ഏതായാലും 2023 തുടങ്ങിയ തൂഫാനുൽ അക്സ, ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സ എന്നുള്ളത് അത് ലോകത്തിൻ്റെ ചിത്രം മാറുന്ന, ലോകത്തിൻ്റെ സമവാക്യങ്ങൾ മാറുന്ന ഒരു തുടക്കമായിരുന്നു എന്ന് ഹമാസ് അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ അന്ന് ഹമാസ് പറയുന്നത് പോലെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഫലസ്തീനിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യവും അതുകൂടാതെ തന്നെ മസ്ജിദുൽ അക്സയുടെ മോചനവുമാണ് ഹമാസ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളും നിർബന്ധിതാവസ്ഥയിൽ അതിനോടൊപ്പം ചേരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.